എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഈ നിമിഷം വരെയും സമാധാനത്തിൻ്റെ യാതൊന്നും തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ഓരോ മണിക്കൂർ ചെല്ലും തോറും ഓരോ ഭാഗത്തു നിന്നുണ്ടാകുന്നത് രൂക്ഷമായ വിമർശനങ്ങളും രൂക്ഷമായ അക്രമങ്ങളുമാണ്. ഒന്ന് ചിന്തിച്ചാൽ കഷ്ടിച്ച് ഒരാഴ്ച കൊണ്ട് തീരും എന്ന് വ്യാമോഹിച്ച് തുടക്കം കുറിച്ച യുദ്ധം ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞു. ഇനി ഇതെപ്പോൾ തീരുമെന്ന് ആർക്കും പറയാനും പറ്റില്ല. ഉടൻ തന്നെ തീരുമെന്നുള്ള ആ ഒരു വിശ്വാസം ഓരോ ദിവസം ചെല്ലുന്തോറും മനുഷ്യനിൽ നിന്നും അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാം, ഇപ്പോൾ എണ്ണപ്പാടങ്ങളാകെ നിശ്ചലമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്ധനമില്ലാതെ നമുക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന അവസ്ഥയില്ല. ഇത് കോവിഡ് ഉണ്ടാക്കിയ ദുരന്തങ്ങളെക്കാളും 100 മടങ്ങ് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും സൃഷ്ടിക്കും. അതിൻ്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. ജസ്റ്റ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. എപ്പോൾ തുടങ്ങിയായിരുന്നു റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം? ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു, ഒരവസാനമില്ലാതെ. നേതാക്കന്മാർ അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ മനുഷ്യനെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാണ് ഇസ്രയേലും ഇറാനും ഒരു നീക്കുപോക്കില്ലാതെ പരസ്പരം പോരടിക്കുന്നു. ഹമാസ്, ഹിസ്ബുള്ള അവർ ലെബനാനിലും സിറിയയിലുമായി അവരുടെ താണ്ഡവമാടുന്നു. ഹൂതികളും മറ്റുള്ളവരും യമനിലും അവരുടെ താണ്ഡവം ആടുന്നു. ഇതിൻ്റെ എല്ലാം കാരണം അഹങ്കാരവും ആയുധവും സാമ്പത്തികമാണ്. ശരിക്കു പറഞ്ഞാൽ ഒരു ഷിയ സുന്നി ഇവരിൽ നിന്ന് തുടക്കം കുറിച്ചാണ് ഇപ്പോഴത്തെ യുദ്ധം. അതിന് ഇസ്രയേലും ഇറാനും തമ്മിൽ മുൻകാലങ്ങളിലുള്ള ഒരു ശത്രുതയുണ്ട്. അത് കുറച്ച് മറനീക്കി കുറച്ച് ഫോഴ്സായി ഇപ്പോൾ വന്നു. ബട്ട് അതൊന്നും പിടിച്ച സ്ഥലത്തല്ല ഇപ്പോൾ നിൽക്കുന്നത്. അതിനും കൈവിട്ടൊരു കളിയായിട്ട് മാറിക്കഴിഞ്ഞു. അമേരിക്കയിൽ വരെ ഇതിൻ്റെ പ്രതിധ്വനികൾ അടിക്കാതെ അവിടെയും ഒരു റിഫൈനറിക്ക് വലിയ തകരാറുണ്ടായി. ലോകത്തുള്ള എല്ലാ റിഫൈനറികൾക്കും ഈ തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ്, മറ്റു പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ഇതിൻ്റെ പ്രതിധ്വനി ആഞ്ഞടിക്കുകയാണ്. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് ഏതാണ്ട് നമ്മുടെ 1 കോടിയിലധികമുള്ള ആൾക്കാർ മിഡിൽ ഈസ്റ്റിൽ മാത്രം ഉണ്ടാകും. അത് മിഡിൽ ഈസ്റ്റ് അല്ല, മറ്റു രാജ്യങ്ങളിൽ അത് കണക്കിൽ എത്രയാണെന്ന്. ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഇന്ത്യൻസ് അവർ കുടുംബസമേതമുള്ളവരുണ്ട്, അല്ലാത്ത ബാച്ചിലർ സ്റ്റാറ്റസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അവരാരും തന്നെ അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമ്മുടെ നാട്ടുകാർക്കോ ബന്ധുക്കളെയോ അറിയിക്കാറില്ല. കാരണം അവർ ടെൻഷനാകും. അപ്പോൾ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ അവിടെ 1 കോടി ഉള്ളപ്പോൾ ആ 1 കോടിയുടെ പിന്നുള്ള കോടിക്കണക്കിന് ആൾക്കാർ ബന്ധുക്കളായും സുഹൃത്തുക്കളായും നാട്ടുകാരായിട്ട് ഇന്ത്യയിലുണ്ട്. അതായത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നല്ല രീതിയിൽ മാനസിക സമ്മർദ്ദത്തിലാണ് അവിടെ ഉള്ള ഓരോ വ്യക്തികളും ജോലി ചെയ്തത്. ഇപ്പോൾ അവിടെ തന്നെ ഈ ജോലികളെല്ലാം 8 മണിക്കൂർ ചെയ്യുന്ന രീതിയിലല്ല. കുറച്ച് പേർ വർക്ക് അറ്റ് ഹോം, അത് കുറച്ച് ഈ IT മേഖലയുള്ളവർ, മാർക്കറ്റിംഗ് മേഖലയുള്ളവർക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുകളാണ്. അവർക്കൊരു ഫ്രീ ആയി മൂവിങ് ചെയ്യാൻ വയ്യാത്തൊരു, ഇപ്പോൾ തലയ്ക്ക് മുകളിലെ മിസൈലിൻ്റെ താണ്ഡവമാണ്. അപ്പോൾ സുരക്ഷിതത്വത്തിനായി അവർ കൂടുതൽ മൂവ്മെൻറ്റ്സ് നടത്താൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇനി ഇവരെല്ലാം ഇന്ത്യൻസിനെല്ലാം ഒന്ന് എത്രയും വേഗം നമുക്ക് ഇവാക്യുവേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാമെന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. മോർ ദാൻ
കോടിയുള്ള ആൾക്കാരാണ് അവിടെയുള്ളത്. അപ്പോൾ അതുമല്ല, ഒരു 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 ഡിപ്ലോമാക്സ് വെച്ച് നോക്കുമ്പോൾ ഒരു രാജ്യം ഉടൻ തന്നെ എല്ലാവരും അവിടെ നിന്ന് ഒഴിപ്പിച്ച് വരിക എന്ന് വെച്ചാൽ അതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മറ്റുള്ളവർക്കും ഭീതി ഉണ്ടാക്കും. സോ നമുക്ക് ഏത് സമയത്തും എന്തും സംഭവിക്കാം. നാം എല്ലാത്തിനും നമ്മൾ സന്നദ്ധരായിരിക്കണം, ജാഗ്രതയുണ്ടായിരിക്കണം. കാരണം നമുക്ക് ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കാം. പക്ഷേ നാം ഇന്ധനക്ഷാമം 100% നമുക്കുണ്ടാകും. കാരണം ഒരു വീടുകളിൽ മുൻകാലങ്ങളിൽ അപേക്ഷിച്ചല്ല, മുൻകാലങ്ങളിൽ ഒരു ടൂ വീലറോ ഒരു കാറോ ഉള്ള സ്ഥാനത്ത് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് 2 വാഹനങ്ങളില്ലാത്തൊരു വീടില്ല. കാരണം അത് ആഡംബരമല്ല. അവരുടെ ജോലിക്കൊക്കെ പോകണമെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്താൽ ആ സമയത്തിന് അവർക്ക് എത്താൻ പറ്റില്ല. അത് കാരണം ഇപ്പോൾ ബാങ്കുകാർ ഒത്തിരി ലോൺ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ടൂ വീലർ എന്തെങ്കിലും സ്വന്തമാക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒത്തിരി ടൂ വീലറുകളൊക്കെ ഉള്ളപ്പോൾ അപ്പോൾ ഇത് ചലിക്കണമെങ്കിൽ ഇന്ധനം വേണം. ഇന്ധനമില്ലാതെ സാധിക്കില്ല. ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടറിനും നമ്മൾ വിചാരിക്കുന്ന അത്ര കണ്ട ഒരു ഇതുണ്ടാവില്ല. കാരണം ഒരു 2 പേർ ഇരുന്ന് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ യാത്ര ചെയ്താൽ ചെറിയ കയറ്റങ്ങൾക്കൊന്നും കയറാൻ പറ്റില്ല. അത് ഒരാൾക്കുള്ള ഒരു നോർമലായിട്ടുള്ള ഇതുള്ളൂ. അതിനെ ഒരു ടോട്ടലി ഒരു കമേഴ്ഷ്യൽ ഉപയോഗത്തിന് പറ്റിയില്ല. നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ദൂരത്തിൽ സഞ്ചരിക്കാം, അത്രയും പറ്റൂ. അപ്പോൾ നാം കടന്നു പോകുന്നത് വലിയ അപകടം പിടിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. ചെറിയ വലിയ വലുതിൽ കൂടുതൽ അപകട സാധ്യതയുള്ള രീതിയിലാണ് ഇപ്പം നമ്മുടെ ഓരോ ദിവസവും നാം മുമ്പോട്ട് നയിക്കേണ്ടി വരുന്നത്. അപ്പോൾ നാം ഈ യുദ്ധമേഖലയിൽ സമാധാന ശ്രമം നടത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നതൊന്നും വിശ്വാസയോഗ്യമല്ലാത്തതാണ്. അമേരിക്ക പറയുന്നു സമാധാനം അകലെയാണെന്നും അങ്ങനെയൊരു സംവിധാനം ഇവിടെ ഉണ്ടായിട്ടില്ലെന്ന് ഇറാനും പറയുന്നു. ഇതെല്ലാം മതത്തിൻ്റെ പേരിലും ഉണ്ടാകുന്ന ഓരോ കൊച്ചു കൊച്ചു തർക്കങ്ങൾ അത് രാജ്യാന്തര തലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. അത് യുദ്ധമായി പരിഗണിക്കപ്പെടുന്നു. ഇനി ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടായാൽ തന്നെയും ഈ തകർന്ന ഓരോ സംവിധാനങ്ങളും റിഫൈനറികളായി എന്തായിരുന്നാലും വർഷങ്ങൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് നോർമൽ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കൂ. അതുവരെ ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക ക്ലേശം പ്രതീക്ഷിക്കുന്നതിലും അധികമാകും. അതുകൊണ്ട് നാം ഒന്ന് ചിന്തിക്കേണ്ടത് കഴിയുന്നതും ചിലവുകൾ ചുരുക്കുക, ആർഭാട ജീവിതങ്ങൾ ഒഴിവാക്കുക, ഏത് സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ള ഒരു മനഃശക്തി, മാനസിക അവസ്ഥ നാം രൂപപ്പെടുത്തി എടുക്കണം. ലോകം മൊത്തം ഒരു യുദ്ധത്തിലേക്കാണ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള അവസ്ഥ നമ്മൾ മറക്കാതിരിക്കരുത്. ഇവിടെ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഇലക്ഷനും അതുമായിട്ട് നമ്മൾ ഇവിടെ കിടക്കുന്നെങ്കിലും നമ്മുടെ മുകളിൽ മൂടിയിരിക്കുന്ന യുദ്ധ കാർമേഘത്തിൻ്റെ വ്യാപ്തി എത്രയെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഇടതും വലതും BJPയും കോൺഗ്രസും കങ്കിയും കൊങ്കിയും ചൊങ്കിയൊക്കെ കിടന്ന് തല്ലുകൂടുമ്പോൾ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന സ്റ്റേജിലാണ് നാം മൂവ് ചെയ്യുന്നു എന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ആ ഒരു മോശമായ സ്റ്റേജിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഒരു വാർ അപ്ഡേറ്റ്സ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പുതിയതുണ്ടാകണം. പുതിയ കാര്യങ്ങൾ നമ്മൾ അറിയിക്കാൻ ഇതൊന്നുമില്ല. ഇത് വാർ തുടങ്ങിയപ്പോൾ എന്ത് സിറ്റുവേഷനാണ്, ആ സിറ്റുവേഷൻ തന്നെയാണ് ഇന്നും അതിലും കൂടുതലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയാണ്. എല്ലാം യുദ്ധഭീതി. ചൈനയും തൈവാനും, അത് ലെബനാൻ, സിറിയ, യമൻ, മിഡിൽ ഈസ്റ്റ്, പാകിസ്ഥാൻ, ഇന്ത്യ, ഇതെല്ലാം നമ്മൾ ഓരോ ബുദ്ധിമുട്ടുകൾ പെട്ടിരിക്കുകയാണ്. ഇവിടെ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കാൻ ആരുമില്ല. കാരണം അവരുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ പരിശ്രമിക്കുന്നത്. അതേ സാധിക്കൂ. സോ നാം മനസ്സിലാക്കുക, നമ്മുടെ ആർഭാട ജീവിതങ്ങൾക്ക് ചെറിയൊരു
പരിമിതികളുണ്ടാക്കുക. നാം നാളെ ഏത് ലെവലിലേക്ക് എത്തപ്പെടുമെന്ന് അറിയില്ല. നിങ്ങളുടെ വാഹനങ്ങളിൽ എന്തെങ്കിലും ഇന്ധനങ്ങൾ ഉണ്ടെങ്കിൽ കഴിവതും അത് റിസർവായി തന്നെ സൂക്ഷിക്കുക. ഇതിനർത്ഥം ക്യാനിൽ പെട്രോൾ വാങ്ങി വെക്കണമെന്നില്ല. അത് ചിലപ്പോൾ ആ സ്റ്റേജ് ആരെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. അപ്പം അതിനൊന്നും അർത്ഥമില്ല. അതിനെല്ലാം പരിമിതികളുണ്ട്. സോ സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ യുദ്ധ കൊതിയന്മാർക്ക് നല്ല മനസ്സ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ മതം കൊണ്ടുള്ള തീക്കളി വേണ്ട. ഈ മതത്തിൽ നിന്നും ആസൂത്രണം ആണ് ഇതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ ഷിയായും സുന്നികളും. ഇത് ഇന്ത്യൻസായ നമ്മളും ഒന്ന് ആലോചിക്കണം. ഇവിടെയും ഈ മതഭ്രാന്തന്മാരുണ്ട്. ഈ മതഭ്രാന്ത് നിർത്തി സമാധാനത്തിൻ്റെ പാതയിലേക്ക് പോകാൻ ലോകത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലൊരു അപ്ഡേഷൻ ന്യൂസ് നമുക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.